എന്താടാ ഇങ്ങനെ? എത്ര തവണയായിട്ട് ഞാനും മഹിയും മാറി മാറി നിങ്ങളെ വിളിച്ചോണ്ടിരിക്കുക. നിങ്ങളെന്താ ഫോൺ എടുക്കാത്തത്? എടാ ഞാൻ പുറത്താടാ. എടാ അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം കുഞ്ഞിനെ പറ്റി ഒരു വിവരവുമില്ല. കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുക ഇവിടെ ഒരാള്. വീഡിയോ കോൾ ചെയ്യാന്ന് വെച്ചാ ലേഖയൊന്ന് ഫോൺ എടുക്കണ്ടേ? അതെന്താന്ന് എനിക്കറിയില്ലടാ. നീ എന്താടാ പുറത്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്നേ? പർച്ചേസ് കഴിഞ്ഞ് വീട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. അത് പിന്നെ എനിക്ക് കുറച്ച് ജോലിയും കൂടി ഉണ്ടടാ. ഞാൻ നിന്നെ വിളിക്കാം. എന്താ കണ്ണേട്ടാ? അവൻ പുറത്താണെന്നാ പറഞ്ഞേ. പക്ഷെ അവന്റെ സംസാരത്തിൽ എന്തോ പന്തികേടുള്ള പോലെ തോന്നുന്നു. എന്തോ കുഴപ്പമുണ്ടല്ലോ കണ്ണേട്ടാ. അല്ലെങ്കിൽ എന്റെ കോള് കണ്ട ഉടനെ തന്നെ ലേഖ തിരിച്ചു വിളിക്കേണ്ടതാ. ആ ജാനമ്മയും ഫോൺ എടുക്കുന്നില്ല. താനിങ്ങനെ ടെൻഷൻ ആവാതെ. കുഞ്ഞിന് ഇനി എന്തെങ്കിലും ആവശ്യതയുണ്ടായിട്ട് അവര് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കൊണ്ടുപോയതായിരിക്കോ കണ്ണേട്ടാ? അങ്ങനെങ്കിലും അത് പറഞ്ഞൂടെ? ചിലപ്പോ നമ്മളെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പറയാതിരിക്കുന്നതായിരിക്കും. ഏയ്, അങ്ങനെ പറയാതിരിക്കത്തൊന്നുമില്ല. നമ്മൾ വിളിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് നമ്മളോട് പറഞ്ഞിട്ടേ കൊണ്ടുപോകത്തുള്ളൂ. അനന്തേട്ടൻ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഉടൻ തന്നെ തിരിച്ചെത്തുന്നല്ലേ പറഞ്ഞ്? എന്നിട്ട് ഇതുവരെ വരാതിരുന്ന എന്താ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. അവന് കുറച്ചുകൂടെ ജോലി ഉണ്ടെന്നാ പറഞ്ഞത്. നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് ഇന്നലെ വീട്ടിലേക്ക് പോയപ്പോ എത്ര തവണയാ ലേഖ അനന്തേട്ടനൊക്കെ നമ്മളെ വിളിച്ചത്. അവർക്ക് കുഞ്ഞിനെ കാണാത്തന്റെ വിഷമം അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരെ തിരിച്ചു വിളിച്ചോണ്ടിരുന്നില്ലേ? അതുപോലെ തന്നെ ലേഖ എപ്പോ വിളിച്ചാലും നമ്മൾ ഫോൺ എടുത്ത് സംസാരിക്കുമായിരുന്നല്ലോ. മഹീം മനഃപൂർവ്വം ഒരു ഫോൺ എടുക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇന്ന് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ തന്നെ കണ്ണേട്ടൻ അങ്ങോട്ട് വിളിച്ചപ്പോഴല്ലേ അനന്തേട്ടൻ കോൾ അറ്റൻഡ് ചെയ്തത്. നമ്മുടെ നമ്പർ കണ്ടു കാണുമല്ലോ. എന്നിട്ടെന്താ ഇങ്ങോട്ട് വിളിക്കാതിരുന്നത്? ദേ ലേഖയും വിളിച്ചിട്ടില്ല. അതാ കണ്ണേട്ടൻ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നേ. അമ്മേ, കളഞ്ഞമ്മേ. കുഞ്ഞിനെ അവർ കൊണ്ടുപോയി കളഞ്ഞു. എവിടെ? എവിടെയാണെന്നൊന്നും പറഞ്ഞില്ല. കളഞ്ഞു എന്ന് പറഞ്ഞു. ചിലപ്പോ വല്ല ആറ്റിലും എറിഞ്ഞു. ഒരിക്കൽ ഉണ്ണിക്കൊപ്പം കരുണമോള് കൊണ്ടുപോയി ആ അയ്യപ്പ വിഗ്രഹം ഇതുപോലെ ആറ്റിലെറിഞ്ഞതാ. എന്നിട്ട് ആ അയ്യപ്പൻ പിന്നീട് നീന്തി വരുമായിരുന്നു. നീന്തിയൊന്നോ? പിന്നല്ലാതെ എങ്ങനെയാണ് അത് തിരിച്ചു വന്നത്? അതുപോലെ തന്നെ ഈ കുഞ്ഞു നീന്തി വരില്ല എന്ന് ആര് കണ്ടു? അതങ്ങനെ നീന്തി വരികയാണെന്നുണ്ടെങ്കിൽ അമ്മ പറയുന്നത് സത്യമാണെന്ന് ഞാനങ്ങ് പറയാം. ആ കുഞ്ഞ് മനുഷ്യ കുഞ്ഞല്ലെന്ന് ഞാനങ്ങ് സമ്മതിക്കാം. എന്റെ പൊന്നു പ്രതാപ, എന്റെ നെഞ്ചു കിടന്ന് പടപടാന്ന് ഇടിക്കുക. എനിക്കും ഉണ്ട് അമ്മയെ നെഞ്ചിടിപ്പൊക്കെ. ഒട്ടുപാല ദിനേശന് അവന്റെ അക്കൗണ്ടിലേക്ക് പൈസ കൈമാറാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവനങ്ങ് നാട് വിടും. എടാ പ്രതാപ, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ കാര്യം പോക്ക. എന്തോന്ന് പോക്കാണെന്ന് അമ്മ ഈ പറയുന്നേ? എന്തായാലും എന്നെ ജയിലിലേക്ക് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞ് നിൽക്കുക കണ്ണൻ. അപ്പൊ പിന്നെ ഇതും കൂടെ അതിന്റെ കൂടെ അങ്ങ് ഇരുന്നോട്ടമ്മേ. പക്ഷേ ഇതൊരു പൊടിക്കുഞ്ഞിന്റെ കാര്യമാ. അതുകൊണ്ട് തന്നെ നിനക്ക് തൂക്കുകയറ് കിട്ടാനുള്ള സാധ്യത ഒരുപാടാ. അമ്മ എന്തിനാ അമ്മ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? കൊച്ചുമോള് ഓണത്തിന് ചിരിച്ചോണ്ട് നിൽക്കാൻ വേണം. ഇതൊന്നും ചെയ്യാനും പാടില്ല അല്ലേ? എന്നാലും ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോ ഒരു ഭയം പോലെ. ഒരു ഭയത്തിന്റെ ആവശ്യമില്ല. ഞാൻ ചത്താലും എന്റെ മോള് നന്നായിട്ട് ജീവിക്കണം. എനിക്കത്രേ ഉള്ളൂ. പ്രതാപാ, എടാ, അമ്മമാര് ജീവിച്ചിരിക്കുമ്പോ മക്കള് മരിക്കണോന്ന് ഏതെങ്കിലും ഒരു അമ്മ ആഗ്രഹിക്കുവോ? അമ്മേ, എനിക്കിപ്പോ 53 വയസ്സായി. 10-75 75-കാരിയായ ഈ അമ്മ 53-കാരനായ മകന്റെ മരണം കാണണോന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഞാനങ്ങ് പോയാലും അമ്മയ്ക്കരികിൽ കൊച്ചുമോളുണ്ടാവും. അമ്മേ, അവൾക്ക് ജനിക്കുന്ന കുഞ്ഞും ഉണ്ടാവും. അവരുമൊക്കെ ആയിട്ട് അമ്മ അങ്ങ് അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കണം. ഈ കുഞ്ഞിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നിന്നെ ആരും സംശയിക്കാതിരുന്നാ മതിയായിരുന്നു. ഉറപ്പായിട്ട് സംശയിക്കും. കുഞ്ഞു പോയി കഴിഞ്ഞാ എന്നെയും വാമനെയും മാത്രമല്ല എന്റെ മരുമോനെയും കണ്ണൻ ഉൾപ്പെടെയുള്ളവർ സംശയിക്കും. അതുകൊണ്ട് ചിലപ്പോ പോലീസ് ഇവിടെ വന്നൊന്നും ഇരിക്കും. ഇപ്പൊ എനിക്ക് പോലീസിനെ ഒന്നും പേടിയില്ല. എനിക്ക് ആകെ പേടിയുള്ള അവനെ, ആ മാർക്കോയെ.